നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്ന UDF സ്ഥാനാർത്ഥി N ശക്തൻ റിപ്പോർട്ടറിനോട്. എന്നാൽ NDA സ്ഥാനാർത്ഥിയെ ചെറുതായി കാണുന്നില്ല. സർക്കാരിനെതിരായ വികാരവും മണ്ഡലത്തിലെ വികസന മുരടിപ്പും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. നെയ്യാറ്റിൻകരയിൽ UDF-ന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടെന്നും മണ്ഡലത്തിൽ ആരെങ്കിലും തമ്മിൽ ഡീലുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്നും N ശക്തൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതികരണം കേൾക്കാം. ശക്തമാണോ മത്സരം മണ്ഡലത്തിൽ? മത്സരം ശക്തമാണ്. എല്ലാ മത്സരവും ശക്തമാണ്. ഇത്തവണ എന്താണ് ആൻസലിനും LDF-നും എതിരെ UDF മണ്ഡലത്തിൽ ചർച്ചയാക്കുന്നത്? ഈ കഴിഞ്ഞ 10 വർഷം വികസനത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് നെയ്യാറ്റിൻകര. അതുപോലെ തന്നെ 10 വർഷം അധികാരത്തിലിരുന്ന ഗവൺമെന്റിനെതിരായൊരു വികാരം ജനങ്ങളിടയിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഉണ്ട്. അത് ഗോപാൽ ശിലാസനൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നുള്ളതാണ് N ശക്തൻ പറയുന്നത്. അതോടൊപ്പം നമുക്കറിയാം, സംസ്ഥാനത്താകെ ഈ ഡീൽ ആരോപണം കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ ഒന്നാകെ കൊഴിപ്പിക്കുമ്പോഴാണ് അത്തരത്തിലൊരു ഡീൽ ആരോപണത്തിലേക്ക് N ശക്തൻ കടക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാകുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോയത്? ഈ അവസാന ലാപ്പിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ വെറുതെ ഡീൽ ആരോപണത്തിൽ മാത്രം തങ്ങി നിൽക്കേണ്ട, പ്രചാരണം മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി ഫോക്കസ് ചെയ്യാം എന്ന് കരുതിക്കൊണ്ടായിരിക്കുമോ അത്തരത്തിലൊരു പ്രസ്താവനയിലേക്ക് കടന്നത്? ഒരുപക്ഷെ ആയിരിക്കാം ആര്യ. കാരണം ഈ സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നൊന്നു മാറി നിന്നുകൊണ്ട് തന്റെ വ്യക്തി സ്വാധീനവും അതിനോടൊപ്പം തന്നെ മണ്ഡലത്തിലെ കാര്യങ്ങളും ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാമെന്നതാണ് N ശക്തന്റെ ഇപ്പോൾ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ പ്രചരണ തന്ത്രം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിനോട് ഇത്തരത്തിൽ ഡീൽ ആരോപണം എന്തെങ്കിലും ഉന്നയിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിൽ മണ്ഡലത്തിൽ ഒരു ഡീൽ ആരെങ്കിലും തമ്മിൽ ഉള്ളതായിട്ട് തനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എന്നും അങ്ങനെ താൻ വിശ്വസിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ചയാവുക K ആൻസലൻ എന്ന MLA-ക്കെതിരായ വിരുദ്ധ വികാരവും മണ്ഡലത്തിലെ വികസന മുരടിപ്പും അതിനോടൊപ്പം തന്നെ സർക്കാരിനെതിരായ ജനങ്ങളുടെ മനോഭാവമായിരിക്കും എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിപരമായി പറയാൻ താൻ തയ്യാറല്ല, പക്ഷെ അപ്പോഴും ഈ ഇടത് സർക്കാരിന്റെ പല പോരായ്മകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും സംസ്ഥാനത്തുടനീളം ഉണ്ടായി വന്ന UDF ട്രെൻഡ് നെയ്യാറ്റിൻകര മണ്ഡലത്തിലും കാര്യമായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.